മപ്പാസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് സിമ്മിലിടണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ക്യൂബ്സ് ആക്കി വെച്ചതാണ്. പിന്നെ വേണ്ടത് 1 തക്കാളി, അതും ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, ഇത് 2ാം പാലാണ്, ഒരു 2.5 കപ്പ് ഉണ്ടാകും കേട്ടോ. ഇത് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചെറു തീയിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുന്ന വരെ നമുക്കിത് വേവിക്കണം. ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാകും. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് ഉണ്ടാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മപ്പാസ്. ഇത് അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റുകളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.